നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ 50 ദിവസം കൊണ്ട് 50 ഡേയ്സ് കൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ 3 CA ഫൗണ്ടേഷന്റെ പേപ്പർ 3 ആയ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജാനുവരി 2025 എക്സാമിലേക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെ മിസ്റ്റേക്സ് കൊണ്ടാണ് ഇതുവരെ എക്സാം എഴുതിയവർ ക്ലിയർ ചെയ്യാത്തതെന്നും എന്തൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾ അതായത് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഇഷ്യൂസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ആ ഒരു രണ്ട് മെയിൻ ഫാക്ടേഴ്സ് എടുത്താണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടായിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. സോറി, ഓക്കെ, ടോട്ടൽ 100 മാർക്സ് ഉണ്ട്. അതിൽ നിന്ന് മാത്സ് പാർട്ടിന് എത്ര മാർക്കാണ് വരുന്നത്? 40 മാർക്സ് ഉണ്ട്. പിന്നെ LR പാർട്ടിന് എത്ര മാർക്കാണ് വരുന്നത്? 20 മാർക്സ് ഉണ്ട്. ആൻഡ് ഫൈനലി സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ നിന്നും എത്ര മാർക്കാണ് വരുന്നത്? അവിടുന്ന് 40 മാർക്സ് ആണ് വരുന്നത്. അതായത് ടോട്ടൽ എത്രയായി? 100 മാർക്കായി. എത്ര മണിക്കൂറുണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി? 2 മണിക്കൂറുണ്ട്. 2 hours എക്സാം എഴുതാനുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ടും നിങ്ങൾക്ക് പാസ്സാവാൻ എത്ര മാർക്ക് വേണം? ഇതിൽ നിന്ന് എല്ലാം കൂടെ ഒരു 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. പക്ഷേ ഒരു 50% മുകളിലുള്ള സ്റ്റുഡൻസും ആ 40 മാർക്ക് വാങ്ങി പാസ്സാകുന്നില്ല. എന്തായിരിക്കും ആ റീസൺ? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാപ്റ്റർ വൈസിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, മാത്സ് ഓഫ് ഫിനാൻസ്, അതായത് ചാപ്റ്റർ 4, അതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് 14 മാർക്കോളം കിട്ടും ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. പിന്നെ ഈ ലോജിക്കൽ റീസണിങ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. പിന്നെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ഒരു 16 മാർക്ക് കിട്ടും. എന്നിട്ട് പ്രോബബിലിറ്റി ആൻഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്കൊരു 12 മാർക്കോളം കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ, 34 + 50 + 62, അതായത് ഇത്ര ചാപ്റ്ററിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 64 മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ആരും പാസ്സാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന് കുറച്ച് അണ്ടർലൈൻ ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്താ പൊതുവേ ചെയ്യുന്നത്? ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കും. ഞാൻ അങ്ങനെ പഠിച്ച് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് ആ ഇക്വേഷൻ എടുത്തിട്ട് ഞാൻ കൊണ്ടങ്ങ് അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആൻസർ കിട്ടിയേക്കാം. എന്നിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്യുമ്പോൾ പക്ഷെ അതൊരു റോങ് ആൻസറായി മാറുന്നു. അങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് ഇല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു റോങ് ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് പോകുന്നത്? നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ ഒരു റോങ് ആൻസർ ആണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1.25 മാർക്ക് വരും. നെഗറ്റീവ് 1.25. എങ്ങനെ 1.25 അല്ലേ സാർ? അപ്പൊ നിങ്ങൾ എഴുതിയ ആ തെറ്റിച്ച ആൻസറിന്റെ മാർക്കും പോകത്തില്ലേ? ആ മാർക്കും പിന്നെ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ മാർക്കുകളിൽ നിന്നും ഒരു 0.25 ഇവിടെ പോകും. അങ്ങനെ മൊത്തത്തിൽ 1.25 മാർക്കാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പൊ നിങ്ങൾ 41 ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്, അതിൽ ഒരെണ്ണം തെറ്റിച്ച്, അല്ലെങ്കിൽ 2 തെറ്റിച്ച്, 3 തെറ്റിച്ച് നെഗറ്റീവ് മാർക്കായി നിങ്ങൾ ഫെയിലായി. അങ്ങനെ കുറെ പേർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം. ഇപ്പോൾ ഈ LR എന്ന് പറയുന്ന ചാപ്റ്റർ ആ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ലോജിക്കൽ റീസണിങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കോൺഫിഡൻ്റ് എനിക്ക് LRന്ന് എന്തായാലും 20 മാർക്ക് കിട്ടും. പക്ഷേ LRലാണ് മിക്കവരുടെയും കണക്ക് കൂട്ടൽ തെറ്റുന്നത്. അതായത് ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഞാൻ ഇത് എന്തൊക്കെ ചെയ്താലും എനിക്കിത് കറക്റ്റ് ആൻസർ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ടാവും LR ടോപ്പിക് എടുക്കുമ്പോൾ. കാരണം LR ആണ് പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓക്കെ ഹൂ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ബി എന്ന് ചോദിക്കും. ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാകും, അല്ലെങ്കിൽ സരീനാകും. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? ആ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഡോട്ട് ചെയ്ത് വെക്കും. തെറ്റാൻ ചാൻസ് കൂടുതലല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മൊത്തത്തിൽ നോക്കി വരുമ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാറിയാൽ തന്നെ അവിടെ ആൻസർ മാറും. അതുകൊണ്ട് എല്ലാവരും 20 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ കിട്ടത്തില്ല. സോ അതിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷനിലേക്ക് വരുന്നത്. പ്രാക്ടീസ്. എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. പ്രാക്ടീസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു 50 ദിവസത്തിൽ
50 ദിവസം ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതി. 50 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ ദിവസവും മിനിമം ഒരു 30-40 ക്വസ്റ്റ്യൻസ് ചെയ്യുക. മിനിമം ആണ് പറയുന്ന. മിനിമം 40 ക്വസ്റ്റ്യൻസ് ചെയ്യുക. 40 ക്വസ്റ്റ്യൻസ് ചെയ്യുക. മിനിമം 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 30-40 അല്ലെങ്കിൽ 50 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞിട്ട് 40 ക്വസ്റ്റ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഡെയിലി വേണം നമ്മുടെ കയ്യിൽ. മനസ്സിലായോ? 50 ദിവസത്തിൽ നമ്മൾ 5000 ക്വസ്റ്റ്യനുമായിട്ടായിരിക്കണം എക്സാം ഹോളിലേക്ക് പോകേണ്ടത്. തുണ്ടെഴുതി കൊണ്ടുപോകാനല്ല, ബിറ്റെഴുതി പോകാനല്ല, പഠിച്ചിട്ട് പോകണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വേണം ചെയ്യാൻ. മാക്സിമം പ്രാക്ടീസ്. പിന്നെ ഈ 50 ദിവസം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമല്ലോ, ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അപ്പൊ നിങ്ങൾ കൂടുതലും മോക്ക് എക്സാംസ് ചെയ്യാൻ നോക്കണം. മാക്സ് ടു മാക്സ് മോക്ക് എക്സാംസ് എങ്ങനെ ചെയ്യണം? മോക്ക് എക്സാംസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മിനിമം ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻസ്, 5 ഇയേഴ്സിലുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ഇപ്പൊ നിങ്ങൾ 40 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടല്ലോ മിനിമം, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? എല്ലാ വർഷവും സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനാണ് വരുന്നത്, ജസ്റ്റ് നമ്പേഴ്സ് അവരൊന്ന് മാറ്റി കൊടുക്കും. അതാണ് കൂടുതലും പ്രാവശ്യവും നടക്കുന്നത്. അപ്പോൾ ഈ 5-6 വർഷത്തെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ. പിന്നെ കാൽക്കുലേറ്റർ ട്രിപ്സ്. കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് മിക്ക ചാപ്റ്റേഴ്സും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മിക്കത് നമുക്ക് കാൽക്കുലേറ്റർ 2 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ആയി. അതുകൊണ്ട് അത് ടൈം സേവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല ഫാക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കാൽക്കുലേറ്റർ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ തേടി പോകാവൂ, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാവൂ. ഓക്കെ, കാൽക്കുലേറ്റർ ഇമ്പോർട്ടൻറ്റ്. കാൽക്കുലേറ്റർ. ദെൻ ഫൈനലി മോക്ക് എക്സാംസ്. ഞാൻ നേരത്തെ പറഞ്ഞ മോക്ക് എക്സാം എടുത്ത് വെച്ച് സോൾവ് ചെയ്യാം. മിനിമം മോക്ക് എക്സാമിൽ 90 എണ്ണം 2 മണിക്കൂറിൽ സോൾവ് ചെയ്യാം. സോ വെറുതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഒരു ദിവസം മൊത്തം ഇരിക്കാനല്ല, ഒരു മോക്ക് എക്സാം എടുത്ത് ഒരു ദിവസം മൊത്തം ഇരിക്കരുത്. 2 മണിക്കൂർ എന്നുള്ള ടൈം ലൈൻ ഇടുക. 2 മണിക്കൂറിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. 2 hours. 2 മണിക്കൂർ മോക്ക് എക്സാം. 100 മാർക്ക് മോക്ക് എക്സാം. 100 മാർക്ക് മോക്ക് എക്സാം. പല പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് എക്സാംസ് വാങ്ങാൻ പറ്റും. നമ്മുടെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. എല്ലാം എടുക്കുക. 2 മണിക്കൂർ കൊണ്ട് അത് ചെയ്ത് തീർക്കുക. അതിൽ മാക്സിമം സോൾവ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ 100 മാർക്കിൽ നിന്ന് 95 മിനിമം സോൾവ് ചെയ്യുക. കാരണം എന്താ? നിങ്ങൾ മെയിൻ എക്സാം എഴുതാൻ പോകുന്ന സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണോ? നിങ്ങളുടെ വീട്ടിലെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആയിരിക്കുമോ? അല്ല, നിങ്ങൾ തീരെ പരിചയമില്ലാത്ത ഒരു ഏരിയയിലേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ ആൾക്കാർ ചുറ്റിന് ഇരിപ്പുണ്ടായിരിക്കും. ഒരു ഇൻവിജിലേറ്റേഴ്സ് എന്ന സഹിതം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഓടും. നിങ്ങൾ അറിയത്തില്ല ആ സമയം പോകുന്നത്. നമ്മുടെ ഒരു എക്സാം അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 5 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. 5 in 5. 5 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഓബിയസ്ലി ചിലപ്പോൾ 5 മിനിറ്റ് 4 ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 80 തൊട്ട് 90 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി പറഞ്ഞാൽ 40 ക്വസ്റ്റ്യൻ ഡെയിലി മിനിമം സോൾവ് ചെയ്യുക, പഠിക്കുന്നത് കൂടാതെ. അതൊരു 40 ക്വസ്റ്റ്യൻ അവിടെയും വേണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം മിനിമം 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ കാൽക്കുലേറ്റഡ് ട്രിക്സ് മാക്സിമം പഠിക്കുക. ഞാൻ തന്നെ പല വീഡിയോയിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് നോക്കി പഠിക്കുക. ഇവിടെയൊക്കെ ഞാൻ റെഫറൻസ് കൊടുത്തേക്കാം. ദെൻ മോക്ക് എക്സാംസ് ടുവേർഡ്സ് ദി എൻഡ്. അതായത് ഒരു 30 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ഡേയ്സ് ഓഫ് ഇന്റൻസീവ് സ്റ്റഡീസ്. 30 ഡേയ്സ് ഓഫ് ഇന്റൻസീവ് സ്റ്റഡീസ് കഴിഞ്ഞ് നിങ്ങൾ മോക്ക് എക്സാംസ് എടുത്തു തുടങ്ങുക. ആൻഡ് 100 മാർക്ക് 2 മണിക്കൂറിൽ ചെയ്ത് മാക്സിമം 95 എത്തിക്കാൻ നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം 60-ഓ 50-ഓ ഒക്കെ വരുള്ളൂ. നിങ്ങൾ ഒരു അതായത് എന്താ പറയുന്ന നിങ്ങളൊരു
കറക്റ്റായ രീതി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 60, 50 എത്തുള്ളൂ. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് 80, 70, 80, 90, 95 എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾ വിൽ ബി ഫുള്ളി പ്രിപ്പയർഡ് ഫോർ ജാനുവരി 2025 CA ഫൗണ്ടേഷൻ എക്സാം. അതാണ് നമ്മുടെ 50 ഡേ സ്ട്രാറ്റജി. ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കമന്റ് ചെയ്യണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്, ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള. കൂടുതൽ എക്സാം ടിപ്സ് ഒക്കെ ഞാൻ വരും വീഡിയോയിൽ ഇട്ട് തരാം. അപ്പോൾ ഈ ഒരു 50 ഡേ സ്ട്രാറ്റജി നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് നിതിൻ ആൻഡ് താങ്ക് യു ഫ്രം അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനൽ. ബൈ.